നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ നിർദ്ദേശങ്ങൾ തള്ളി റഷ്യ യുക്രൈൻ അതിർത്തിയിൽ പട്രോളിംഗ് നടത്തണമെന്ന കീർ സ്റ്റാമറുടെ നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംഘർഷം രൂക്ഷമാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് റഷ്യൻ സർക്കാരിൻ്റെ നിലപാട്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യുക്രൈനിലേക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് സേനയെ അയക്കാമെന്ന് കഴിഞ്ഞ ദിവസം കീർ സ്റ്റാമർ അറിയിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇന്നലെ സൗദിയിൽ നടന്ന ചർച്ചകളിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ഒത്തുതീർക്കുന്നതിനായി അമേരിക്കയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്. അമേരിക്കയിൽ നിന്നുള്ള 3 പ്രമുഖരാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കേൽ വാൾട്സ്, മധ്യപൂർവേഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾ പങ്കെടുക്കുന്നത്. വളരെ കഠിനമായൊരു യാത്രയുടെ തുടക്കം മാത്രമാണ് ഇത് എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, റൂബിയോ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ ലോകത്ത് ഒരു നേതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുമാണ്. എന്നാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ കടുത്ത നിരാശയാണുള്ളത്. മാത്രമല്ല, അടുത്ത ബുധനാഴ്ച സൗദി അറേബ്യയിലേക്ക് നടത്താനിരുന്ന സന്ദർശനം റദ്ദാക്കിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ യുക്രൈൻ മേൽ അടിച്ചേൽപ്പിച്ചു എന്ന ധാരണ ലോകത്താർക്കും ഉണ്ടാകരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിർബന്ധമുണ്ട് എന്നാണ് മാർക്ക് റൂബിയോ ഇപ്പോൾ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് യുക്രൈനെ ഈ ചർച്ചകൾ പങ്കെടുപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം നൽകിയതുമില്ല. കൂടാതെ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുമോ എന്ന ചോദ്യത്തിനും അമേരിക്കൻ പ്രതിനിധികൾക്ക് മറുപടി ഇല്ലായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾ ഉയർന്നു വന്ന പല നിർദ്ദേശങ്ങളും യുക്രൈനെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നുള്ള വിമർശനവും പൊതുവെ ഉയരുകയാണ്. യുക്രൈൻ പ്രതിനിധികൾ ഇപ്പോഴും ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങളെ അവമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് സെലൻസ്കിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നേരിട്ട് ചർച്ച നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ തീയതി സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇനിയും വ്യക്തമായിട്ടില്ല. ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് അമേരിക്കയിലെ ഉന്നതതല ഉദ്യോഗസ്ഥ മന്ത്രിതല സംഘവും റഷ്യൻ സംഘവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം കഴിഞ്ഞ തുർക്കിയിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രസിഡന്റ് എർദോഗാനൊപ്പമാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. വാർത്താസമ്മേളനത്തിലുടനീളം അദ്ദേഹം അമേരിക്കയെയും ഈ ചർച്ചകളെയൊക്കെ തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. യുക്രൈൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ യോഗത്തിൽ എന്തുകൊണ്ടാണ് യുക്രൈനെ പങ്കെടുപ്പിക്കാത്തത് എന്ന ചോദ്യവും അവിടെ സെലൻസ്കി ഉന്നയിച്ചിരുന്നു. സമാധാനം പുലരണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തെറ്റും അവർ ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ടെന്നും മധ്യസ്ഥ ചർച്ചകളിൽ അമേരിക്ക, യൂറോപ്പ്, യുക്രൈൻ അടക്കമുള്ളവർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. അമേരിക്ക, റഷ്യ, യുക്രൈൻ സമാധാന ചർച്ച തുർക്കിയിൽ വെച്ച് നടത്താൻ തങ്ങൾ തയ്യാറാണെന്നും അതിന് ആതിഥേയത്വം വഹിക്കാമെന്നും തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗാനും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച അമേരിക്കയുടെ, റഷ്യയുടെ ഒന്നും തന്നെ പ്രതികരണം ഇനിയും വ്യക്തമല്ല. ഏകപക്ഷീയമായി അമേരിക്കയും റഷ്യയുമായി ചേർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനും നീക്കം എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ആരോപണം ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തുചേർന്നിരുന്നു. അവിടെ ഈ ഒരു ഒത്തുതീർപ്പ് സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയാണ് നടന്നത്. യുക്രൈനെ ഒരു കാരണവശാലും നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന അമേരിക്കയുടെ നിലപാടിനെയും ആ യോഗത്തിൽ പങ്കെടുത്ത പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ആദ്യഘട്ടം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി വളരെ വിശദമായ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഈസ്റ്ററിന് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നാണ് അമേരിക്കൻ പ്രതിനിധി സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അത് സംബന്ധിച്ച കൃത്യമായ ഒരു തീയതിയോ മറ്റു കാര്യങ്ങളോ ഇനിയും സംഘം വെളിപ്പെടുത്തിയിട്ടുമില്ല.